ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് രോഗപ്രതിരോധ ശക്തി. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് കർക്കിടക മാസത്തിലെ മരുന്നുണ്ട. രുചിയോടൊപ്പം ആരോഗ്യവും സമ്മാനിക്കുന്ന ഈ മരുന്നുണ്ട എങ്ങനെ തയ്യാറാക്കാമെന്നും അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നും അത് നമ്മുടെ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ വീഡിയോയിലേക്ക് പോയി കണ്ടിട്ട് വരാം. മരുന്നുണ്ട തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ ചേരുവകളെല്ലാം ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ അളവിലെടുക്കണം. നമ്മുടെ ചേരുവകളൊന്നും കൂടാനും കുറയാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ മരുന്നുണ്ടയ്ക്ക് കയ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അളവ് കറക്റ്റായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് ഞവരേരി എടുത്തിരിക്കുന്നത്. ഞവരേരിയെ പറ്റിയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാത്തവരുടെ അറിവിലേക്കാണ്. നമ്മുടെ ഔഷധക്കഞ്ഞിയിലും അതുപോലെ മരുന്നുണ്ടയിലൊക്കെ പ്രധാനമായിട്ടുള്ളൊരു താലമാണ് നമ്മുടെ ഈ ഞവരേരി എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. യൗവനം നിലനിർത്താനും അതുപോലെ തന്നെ ദഹനശേഷിയുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാൻ, നമ്മുടെ ബോൺസിനൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഞവരേരി എടുക്കുന്നത്. ഞവരേരി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ അരിയാണ് എടുത്താൽ മതി. മിക്സിയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഔഷധ ഗുണങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ തയ്യാറാക്കിയേക്കുന്ന അരിയാണ് ഉണക്കലരി. പുഴുങ്ങാതെ ഉണങ്ങിയ നെല്ല് കുത്തിയെടുത്ത അരിയാണിത്. ഇത് കഞ്ഞി വെക്കാനും പാൽക്കഞ്ഞി, പായസം, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതലും എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഞവരേരിയും ഒരു ഗ്ലാസ് ഉണക്കലരിയും എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം 1/4 ഗ്ലാസ് വീതമാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് മുതിരയാണ് എടുത്തിരിക്കുന്നത്. മുതിര നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൽ കുറച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതുവഴി ഹൃദയാഘാതം പോലുള്ള ഒക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ എടുത്തിരിക്കുന്നത് ജീരകമാണ്. ഇതുണ്ട്, ചെറിയ ജീരകമാണ്. നമ്മുടെ തടി കുറയ്ക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ഈ ഔഷധങ്ങളുടെ ഒന്നും ഗുണം ഈ ഒരു വീഡിയോ പറഞ്ഞാൽ തീരുന്നതല്ലെങ്കിൽ ഞാൻ ചുരുങ്ങി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുള്ളൂ. അടുത്ത നമ്മൾ എടുത്തിരിക്കുന്ന ആശാളിയാണ്. നമ്മുടെ കർക്കിടകക്കഞ്ഞിലെ മെയിൻ താരങ്ങളിൽ ഒരാളാണ്. തടി കുറയ്ക്കാനും മുടിയുടെ വളർച്ചയ്ക്കും പോഷകങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ ഈ ആശാളിക്കകത്ത്. ത്വക്ക് രോഗങ്ങൾ, വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളും നേത്ര രോഗങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നു. നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. കണ്ടാൽ കണ്ണിൽ പോലും പിടിക്കില്ല എങ്കിലും എള്ള് അത്ര മോശക്കാരനൊന്നുമല്ല. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗുണത്തിൻ്റെ കാര്യത്തിൽ വമ്പനാണ് എള്ള്. സ്കിന്നിനും ഹെയറിനും വളരെയധികം ബെനിഫിറ്റുള്ള ഒന്നാണ് നമ്മുടെ ഈ എള്ള്. എള്ള് പലതരത്തിലുണ്ട്. നമ്മളിവിടെ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. അടുത്ത നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഉലുവ എടുത്തിരിക്കുന്നത്. ഉലുവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിൻ എ, സി തുടങ്ങിയ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഉലുവ കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. തണുത്ത കാലാവസ്ഥയിൽ ഉലുവ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ചൂട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന അജമോദകം എടുത്തിരിക്കുന്നത്. വീട്ടുവൈദ്യത്തിലെ ഒരു താരമാണ് നമ്മുടെ അജമോദകം എന്ന് പറയും. ദഹനത്തിനും അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തടി കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും BP, കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നു. അടുത്ത നമ്മൾ ഇന്ത്യയിൽ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു കഷ്ണം ഇന്ദുപ്പ് എടുത്തിട്ടുണ്ട്. ഏലക്കയുണ്ട്, ചുക്കുണ്ട്. ഇന്ദുപ്പ് നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാനും ഗ്യാസ് ട്രബിൾ പ്രോബ്ലം ഒക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നു. ചുക്ക് തടി കുറയ്ക്കാനും വയറ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. കഫക്കെട്ട്, പനി, ജലദോഷമൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. പിന്നെ ഏലക്ക പതിവായി കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇത് നമ്മുടെ ദഹനമൊക്കെ പെട്ടെന്ന് നടക്കാനും വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് സഹായിക്കുന്നു. നമ്മളിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ മരുന്നുണ്ടയ്ക്ക് മധുരത്തിന് വേണ്ടി ഒരു കരിപ്പട്ടിയാണ് എടുത്തിരിക്കുന്നത്. മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതെല്ലാം വറക്കാനായിട്ട് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിരിക്കുന്നത്. അടി കട്ടിയുള്ള ഏത് പാത്രം എടുക്കാം. സാധാരണ അടി കട്ടിയില്ലാത്ത പാത്രത്തിൽ എടുക്കുന്നത് പെട്ടെന്നെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം, പ്രത്യേകിച്ച് ഈ അയണിൻ്റെ ചട്ടി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നല്ലതായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതെല്ലാം കഴുകി തോർത്തി എടുത്തിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഞവരേരി വറുത്തിനി അടുത്ത് നമ്മുടെ ഉണക്കലരി എടുത്തിരിക്കുന്നത്. ഉണക്കലരിയും എല്ലാം നമ്മൾ വറക്കുമ്പോഴും ലോ ഫ്ലെയിമിലും അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം. ഉണക്കലരി വറക്കുമ്പോൾ മാത്രമേ ഒരു സ്വല്പം താമസം വരത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മുതിരയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചാനലിനകത്ത് കർക്കിടക കഞ്ഞിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാനോടൊന്നും മറന്നു പോകരുത്. അടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് തേങ്ങാപ്പീര എടുത്തിരിക്കുന്നത്. പച്ചത്തേങ്ങയിൽ ധാരാളം
പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചെമ്പ്, സെലീനിയം, ഇരുമ്പ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയാൽ സമ്പന്നമാണ് നമ്മുടെ ഈ തേങ്ങാപ്പീരയിൽ. അല്പം നെയ്യോടെടുത്താണ് ഞാൻ ഇന്നത്തെ വറുത്തെടുക്കുന്നത്. നെയ്യ് ചേർക്കണമെന്ന് താല്പര്യമില്ലാത്തവർക്ക് നെയ്യ് ചേർക്കേണ്ട. അതിൻ്റെ പച്ചമണം മാറുന്നതോടെ വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. അടുത്തെടുത്തിരിക്കുന്നത് നട്ട്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നായ ബദാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയതിനാൽ മുടിക്കും ചർമ്മത്തിനുമൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇത് 1/2 ഗ്ലാസ് അളവാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മളൊരു പാത്രത്തിലിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കളയുവാണ്. അതിനുശേഷം നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കി ഒട്ടും വെള്ളനനവില്ലാത്തൊരു മിക്സിയുടെ ജാറിലിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇന്ദുപ്പും കൂടെ ഒന്ന് പൊടിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊന്ന് ഉരുക്കി ആ ശർക്കരപ്പാനി കൊണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കാം. തീർന്നില്ല, ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് ചേർത്താൽ ഒന്നും കൂടെ റിസൾട്ട് കിട്ടും. നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം നമ്മുടെ പോഷകങ്ങളുടെ ഒരു പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് സൾഫറിൻ്റെ അളവ് നമ്മുടെ സീസണലായിട്ടുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കും. അനീമിയ തടയാനും പല്ലുകളുടെ എല്ലുകളുടെയും ഒക്കെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നു. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതിനകത്ത് ഓരോ ഉണ്ടകളായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് 30 ഉണ്ടയ്ക്ക് മേളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ഒരു ദിവസം വേണം 2 എണ്ണം വെച്ച് കഴിക്കാം. കഴിക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊടുക്കുന്നതാണ് ഈന്തപ്പഴം കൂടെ ചേർത്തത്. പൊതുവേ നമ്മുടെ മരുന്നുണ്ടയ്ക്ക് ഇച്ചിരി കയ്പുണ്ട്. അയമോദകവും ഉലുവയും ജീരകവും ഒക്കെ ചേർക്കുന്നില്ല. അപ്പം അതിൻ്റേതായ ഇച്ചിരി കയ്പ് വരും. അപ്പം കയ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കൂടെ ഈന്തപ്പഴം കൂടെ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ആ കയ്പ് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചക്കര മാത്രം ചേർത്താൽ മതിയാവും. ഔഷധക്കഞ്ഞിയൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റാത്തവർക്ക് പറ്റിയ ഈസി ആയിട്ട് തയ്യാറാക്കി വെക്കാവുന്ന ഒരു മരുന്നുണ്ടയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭിക്കുന്ന സാധനങ്ങളേ ഉള്ളൂ. പുറത്തുള്ളവർക്കും കേരളത്തിലകത്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണ്. ഇപ്പം പലയിടത്തും മരുന്നുണ്ട് നമുക്ക് അവൈലബിൾ ആണ്. എങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷവും അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെയല്ലേ. അപ്പം വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ മരുന്നുണ്ട് നമ്മൾ തയ്യാറാക്കിയേക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. ഡൗട്ടൊന്നും വരത്തില്ല. ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഗ്ലാസും 1/4 ഗ്ലാസും കണക്കായാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.